हमसे पहले था अजब तेरे जहां का मंजर, कहीं मस्जूद ते पत्थर, कहीं माबूद शजर। हो गए पै करे महसूस थी इंसान की नज़र, मानता फिर कोई अनदेखे खुदा को क्यों कर। तुझको मालूम है लेता था कोई नाम तेरा, क़ुव्वते बाज़ुए मुस्लिम ने किया काम तेरा। ഞങ്ങൾക്ക് മുമ്പുള്ള നിന്റെ പ്രപഞ്ചം അത്ഭുതാവഹമായിരുന്നു. ശിലകളും വൃക്ഷങ്ങളുമായിരുന്നു അവിടുത്തെ ആരാധന വസ്തുക്കൾ. എല്ലാം അവർക്ക് ദൈവങ്ങളായിരുന്നു. പിന്നെ എങ്ങനെ അവർ അദൃശ്യനായ ദൈവത്തെ ആരാധിക്കുക? നിന്റെ നാമം ഉരുവിട്ടവരെ നീ അറിയുമോ? വിശ്വാസികളുടെ വിശുദ്ധ കരങ്ങളായിരുന്നുവല്ലോ നിന്റെ നാമം ഉയർത്തിപ്പിടിച്ചത്. വിഗ്രഹാരാധകരുടെ വലിയ ഒരു ചരിത്രം കഴിഞ്ഞുപോയി. മക്ക ഫത്ഹിന്റെ ദിവസം 360ഓളം വിഗ്രഹങ്ങളെയാണ് കഅബയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തു മാറ്റിയത്. അവരിൽ നിന്ന് പുണ്യപുരുഷന്മാരാരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ രൂപം കൊത്തിയുണ്ടാക്കും. അവയെ ബഹുമാനിക്കുകയും ക്രമേണ ആരാധിക്കുകയും ചെയ്യുന്നത് മുശ്രിക്കീങ്ങളുടെ പതിവായി മാറി. ജനത വഴിതെറ്റുമ്പോഴാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ അയക്കുന്നത്. ഏക ഇലാഹിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നിയോഗിതരാണവർ. ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത കല്ലുകളെയും മരങ്ങളെയും ആരാധിക്കുന്നതിലെ അനൗചിത്യം അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. വിഗ്രഹങ്ങൾ വെറും സൃഷ്ടികൾ മാത്രമാണ്. ജീവനില്ലാത്ത അവയെ ആരാധിക്കുന്നതാകട്ടെ ജീവനുള്ള അവയെ കൊത്തിയുണ്ടാക്കിയ മനുഷ്യന്മാരും. ഇത് വിഡ്ഢിത്തമാണ്. സൃഷ്ടാവിനെ ധിക്കരിക്കാൻ മനുഷ്യന് മടിയില്ലാത്തത് അത്ഭുതകരമായ കാര്യം തന്നെയാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ ആകാശത്തേക്ക് ഉയർത്തിയതു മുതൽ പ്രവാചകൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗം വരെ 523 വർഷക്കാലത്തെ ഫിത്റത്തിന്റെ കാലഘട്ടത്തിലാണ് ബിംബാരാധന കൊടികുത്തി വാണത്. ശിലകളും വൃക്ഷങ്ങളും പാമ്പുകളും സൂര്യനും ആരാധിക്കപ്പെട്ടു. കണ്ണിൽ കണ്ടതൊക്കെ അവരുടെ ആരാധനാ വസ്തുക്കളായി. അവയൊക്കെ പടച്ച ഒരു സൃഷ്ടികർത്താവിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ആരുമുണ്ടായിരുന്നില്ല. കള്ളും പെണ്ണും യുദ്ധവും മാത്രം മുമ്പിൽ കണ്ടിരുന്ന ജനതയ്ക്ക് എവിടെ നിന്നാണ് അവനെ പറ്റി ഓർക്കാൻ അവസരം ലഭിക്കുക? അവന്റെ മാർഗം കാണിച്ചു കൊടുക്കാൻ ആരുമില്ലെങ്കിൽ മൃഗങ്ങളെപ്പോലെ ലക്ഷ്യമില്ലാതെ അലയുക എന്നുള്ളത് സ്വാഭാവികമാണ്. പൈശാചിക ചിന്തകളിൽ മനസ്സുടക്കി അവനെ ധിക്കരിക്കാനായിരുന്നുവല്ലോ മക്ക മുശ്രിക്കീങ്ങളും ക്രിസ്തീയരും യഹൂദരുമൊക്കെ തയ്യാറായത്. അള്ളാഹുവിന്റെ ദൂതുമായി വന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ മുസ്ലിമീങ്ങൾ നിലകൊണ്ടപ്പോൾ അധർമ്മങ്ങളും അനാചാരങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. ദാറുൽ അർഖമിൽ വെച്ചാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങൾക്ക് ഇസ്ലാമിന്റെ ബാലപാഠം പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ പ്രതിരോധിക്കാൻ ശത്രുക്കൾ തന്ത്രം മെനഞ്ഞിരുന്നത് ദാറുൻ നദുവയിൽ വെച്ചു. പക്ഷേ ദാറുൽ അർഖമിന്റെ സന്ദേശങ്ങൾ ദാറുൻ നദുവയെ നിഷ്പ്രഭമാക്കി. ശത്രുക്കളുടെ എല്ലാ നീക്കങ്ങളും മുസ്ലിമീങ്ങളുടെ മനക്കരുത്തിനു മുന്നിൽ നിഷ്പ്രഭമായി. ഉമയ്യത്തിന്റെ ചാട്ടാവാറടികൾക്ക് ബിലാലിന്റെ വിശ്വാസത്തെ പ്രതിരോധിക്കാനായില്ല. കൊടിയ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങിയ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സത്യസന്ദേശം ജനഹൃദയങ്ങളിൽ അതിവേഗം സ്വാധീനം നേടി. അള്ളാഹുവിന്റെ നാമം ഉരുവിട്ടവരെ അവൻ മറക്കരുത്. ആധുനിക ലോകത്തിന്റെ ഫറോവമാരുടെ കൊട്ടാരങ്ങളെ കിടിലം കൊള്ളിക്കുന്നതും അതേ സത്യസന്ദേശങ്ങളാണ്. ധാർമ്മിക വിപ്ലവത്തിന്റെ ചരിത്രവഴിയിലൂടെ കുതിച്ചവരുടെ അനന്തരാവകാശികൾ മുസ്ലിമീങ്ങളാണ്. അള്ളാഹുവിന്റെ നാമം വിശ്വമാകെ ജ്വലിപ്പിക്കാൻ മുസ്ലിമീങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇഖ്ബാൽ പരിതപിക്കുകയാണ്.